നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യാ വിമൽ. എന്നോട് എല്ലാ അമ്മമാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുഞ്ഞുവാവയ്ക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങി. അപ്പോൾ ഞാൻ ഈ കരിപ്പട്ടിയും പനങ്കൽക്കണ്ടൊക്കെ കൊടുത്താൽ കുഴപ്പമാവും. എല്ലാവരും പറയുന്നു മധുരം കൊടുത്താൽ കുഴപ്പമാണെന്ന്. ഡോക്ടറെ, മധുരം കൊടുത്താൽ കുഴപ്പമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ എല്ലാ അമ്മമാർക്കുള്ള സംശയമാണ്, പനങ്കൽക്കണ്ടം കൊടുത്താൽ എന്താ, കരിപ്പട്ടി കൊടുത്താൽ എന്താ, കുഴപ്പമുണ്ടാവുമോ, അവർക്ക് ആരോഗ്യത്തിന് നല്ലതല്ലേ, പനങ്കൽക്കണ്ടം കഫക്കെട്ട് കുറയ്ക്കുമെന്നല്ലേ എല്ലാവരും പറയുന്നത് ഡോക്ടറെ. ഇതൊക്കെ അമ്മമാർ ചോദിക്കാറുണ്ട്. പക്ഷെ എല്ലാ അമ്മമാരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, മധുരം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ വളരുന്ന ബ്രെയിന് ഒട്ടും നല്ലതല്ല. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മധുരം നല്ലതല്ലാത്തത്, നമുക്കും അതെ. പക്ഷെ വളരുന്ന കുഞ്ഞുങ്ങളുടെ ബ്രെയിനിന് ഈ മധുരം എന്ന് പറഞ്ഞാൽ ദോഷം ചെയ്യും എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം മധുരം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങേണ്ടത് ഒരു 2 വയസ്സിന് ശേഷമാണ് ഐഡിയലി. പക്ഷെ 1 വയസ്സ് വരെയെങ്കിലും കർശനമായിട്ട് മധുരം നമ്മൾ കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ കുറുക്ക് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, കുറുക്ക് തുടങ്ങുമ്പോൾ നമുക്ക് സാധാരണ രീതിയിലുള്ള എല്ലാ കുറുക്കുകളും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുറുക്ക് തുടങ്ങുമ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ടി, മധുരം ഒരു ടേസ്റ്റ് അല്ലേ, അത് കുറഞ്ഞ ഷുഗറിൻ്റെ പ്രഷർ കുറയുമോ എന്നൊക്കെ ഒരുപാട് അമ്മമാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഷുഗറിൻ്റെ പ്രഷർ കുറയില്ല. കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നതിനകത്ത് ഗ്ലൂക്കോസ് നമുക്ക് റൈസ് ചെയ്യും. നമ്മൾ അറിയാം, ഒരു ദോശ കഴിച്ചാൽ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ റൈസ് ആവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഞ്ഞി കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഷുഗർ റൈസ് ആവും. അപ്പം കുഞ്ഞുങ്ങൾക്ക് ആ ഒരു റൈസ് തന്നെ അവരുടെ ആരോഗ്യത്തിന് മതിയാവും. പക്ഷേ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പല അമ്മമാരും ചോദിക്കുന്നത്, ഈ ഒരു മധുരം ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പിന്നെ എങ്ങനെ ആ ടേസ്റ്റ് ശീലിക്കാം? അപ്പം മധുരം എന്ന് പറയുന്നത് നമ്മൾ ചെറിയ പ്രായത്തിലേ ശീലിപ്പിക്കുകയാണെങ്കിൽ പിന്നെ മറ്റ് ടേസ്റ്റുകൾ കുഞ്ഞ് ശീലിക്കുകയില്ല. അപ്പം മധുരം കുറച്ച് തന്നെ ശീലിപ്പിക്കുക. മധുരം കൊടുത്ത് ശീലിപ്പിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, വളരെ കുറച്ച് അളവിലേ സ്റ്റാർട്ട് ചെയ്യാവൂ. അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. 1 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കർശനമായിട്ടും കൊടുക്കാതിരിക്കുക. 2 വയസ്സിന് ശേഷം കൊടുക്കുന്നതിന് പോലും വളരെ കുറച്ച് അളവിൽ ശീലിപ്പിക്കുക. ഇനി കുറുക്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ, കുറുക്കിൽ നമുക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, അത് നമുക്ക് മധുരം കിട്ടും. അതുപോലെ തന്നെ ഡേറ്റ്സ് ആഡ് ചെയ്യുന്നവരുണ്ട്, അതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്, അതിനൊക്കെ മധുരം കിട്ടും. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യത്തെ പനങ്കൽക്കണ്ടത്തിന് കഫക്കെട്ട് കുറയ്ക്കും എന്ന് ധരിക്കുന്നത് തെറ്റായ ധാരണയാണ്. പനങ്കൽക്കണ്ടം കൊടുക്കുന്നത് മറ്റ് മധുരങ്ങൾ പോലെ തന്നെയാണ്. പനങ്കൽക്കണ്ടായാലും കരിപ്പട്ടിയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും ശർക്കരയാണെങ്കിലും അത് ദോഷമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു മധുരം നമുക്ക് 1 വയസ്സിന് ശേഷം തന്നെ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുവരെ കുറുക്കിൽ ഫ്രൂട്ട്സും അതുപോലെ തന്നെ മറ്റ് ഡേറ്റ്സും ഒക്കെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ അമ്മമാർ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെ ഉപ്പിനെ പറ്റിയാണ്. അപ്പോൾ മധുരത്തെ പോലെ തന്നെ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ് ഉപ്പ്. അപ്പോൾ ഉപ്പ് വീട്ടിൽ നമ്മൾ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത് 1 വയസ്സിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത്. 10 മാസം ആകുമ്പോൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ 1 വയസ്സിന് ശേഷം മാത്രമേ ഉപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ വീട്ടിൽ മറ്റുള്ളവരും പറയുന്നു ഉപ്പ് സ്റ്റാർട്ട് ചെയ്യണം, ഉപ്പ് കൊടുത്താൽ എന്താ കുഴപ്പം, ടേസ്റ്റ് പഠിക്കട്ടെ എന്ന് പലരും പറയുന്നു എന്ന്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കുഞ്ഞുങ്ങളുടെ കിഡ്നീസ് എന്ന് പറയുന്നത് മെച്ചുവേർഡ് ആയിട്ടില്ല. അപ്പം വളർന്നു വരുന്ന കിഡ്നികൾക്ക് നമുക്ക് ഈ ഒരു അമിത അളവിലുള്ള സോഡിയം കണ്ടൻറ്റ്, ഉപ്പ് എന്നൊക്കെ പറയുന്നത് വർക്ക് ലോഡ് കൂട്ടും. അപ്പോൾ അങ്ങനെയുള്ള അളവിൽ ഉപ്പ് ചെല്ലുമ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തെ തന്നെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ അമിത അളവിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ബ്ലഡ് പ്രഷർ വ്യതിയാനമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അമിത അളവിൽ ഒരിക്കലും ഭാവിയിലും കൊടുക്കരുത്. ചെറിയ പ്രായത്തിൽ നേരത്തെ ഉപ്പ് തുടങ്ങുന്നത് അവർക്ക് ഒരിക്കലും നല്ലതുമല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉപ്പ് തുടങ്ങേണ്ടത് തീർച്ചയായിട്ടും 1 വയസ്സിന് ശേഷം മാത്രമാണ്. അതും പിന്നെ ശീലിക്കുമ്പോഴും ചെറിയ അളവിൽ മാത്രം ശീലിക്കുക. കൂട്ടാനാണെങ്കിലും നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതും മുതിർന്നവർക്ക് കൊടുക്കുന്ന ഒരേപോലെ സോൾട്ട് കണ്ടൻറ്റ് കുറച്ച് കൊടുക്കുന്നതാണ് ഏർലി ആയിട്ട് ശീലിപ്പിക്കുമ്പോൾ അത് ഭാവിയിൽ അതേ രീതി കുഞ്ഞ് കൊണ്ടുപോകും. പലപ്പോഴും കണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ പല വീടുകളിലും ശീലിക്കുന്ന ഒരു ശീലമാണ് ഉപ്പ് കൊടുക്കുക. സാധാരണ രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് കുറച്ച് കൊടുക്കുന്നു. ചില കുട്ടികൾ അത് ശീലിക്കും, മറ്റു ചില കുട്ടികൾ വീട്ടിലെ ശീലങ്ങളോട് പൊരുത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് സോൾട്ട് ക്രേവിങ്സ് കൂടുന്നു. അതുപോലെ തന്നെ കൂട്ടാനാണെങ്കിലും മിക്സർ ആണെങ്കിലും മറ്റ് സോൾട്ട് കണ്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് ക്രേവിങ്സ് കൂടുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ഇങ്ങനത്തെ ഭക്ഷണങ്ങളോട് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ശീലം വരിക. അപ്പോൾ കുറച്ച് ശീലിപ്പിക്കുമ്പോൾ നേരത്തെ അതുപോലെ തന്നെ ശീലിപ്പിക്കുക. കുഞ്ഞുങ്ങൾക്ക് തുടങ്ങുന്നതും 1 വയസ്സ് തന്നെ ചെയ്യുക. അമിതമായ അളവിൽ ഉപ്പ് ചെല്ലുന്നത് നമ്മുടെ കിഡ്നിയെ ബാധിക്കും. കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഹൈപ്പർ ടെൻഷൻ, ഹൃദയ ആരോഗ്യത്തെ ഒക്കെ ബാധിക്കാവുന്നൊരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ശീലിക്കാതിരിക്കട്ടെ.